പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാല കെട്ടൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കലയാണ്. അത് എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ എളുപ്പമാണെങ്കിലും മാലയിട്ട് പഠിക്കണമെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു മാസം വേണം. ഇങ്ങനെ കണ്ടാൽ പഠിക്കാനും പറ്റില്ല. പണ്ട് കാലത്തൊക്കെ മാല കെട്ടുമ്പോൾ സംസാരിക്കാൻ പാടില്ല. വായിക്ക് വാഴേൻ്റെ ഇല വെച്ച് കെട്ടിയിട്ട് മിണ്ടാതെ മാല കെട്ടണം. അങ്ങനെയുള്ള മാലയാണ്. കാരണം സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ തുപ്പൽ അബദ്ധവശാൽ ഈ മാലയ്ക്ക് തെറിച്ചു പോകുന്നതിന് അത്രയും ശുദ്ധതയോടുകൂടെ ചെയ്യുക. ഇതൊന്നും വീട്ടിൽ നിന്ന് കെട്ടേണ്ട സാധനങ്ങളല്ല. അതൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ചെയ്യുക. ഇന്നത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സമ്പ്രദായമായി മാറി അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച്. എന്നാലും കുളിച്ച് ഭക്തിപൂർവ്വമൊക്കെ കെട്ടുക. ചില നാടുകളിൽ ഇതിന് വലിയ വാല്യൂ ഒന്നുമില്ല. ചില സ്ഥലത്ത് ഇതിന് നല്ല രീതിയിൽ മാർക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതുകൊണ്ടും കഷ്ടിച്ച് ജീവിക്കാൻ ഉപജീവനം കഴിയാനൊക്കെ ഇന്ന് സാധിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ ഈ എന്തൊരു വശങ്ങളില്ലേ ഈ ഇത്ര ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു പുല്ല് ഉപയോഗിക്കണം, അതിൻ്റെ ഒരു അല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ? 3 അത്ര അതിൻ്റെ ഒരു ഇല്ല 2 ഉള്ളൂ. പുല്ലൊക്കെ 2 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സാധാരണ മാല കെട്ടുമ്പം 2 പുല്ല് മതി. നമ്മൾ ഉണ്ടമാല കെട്ടുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു പുല്ല് പിന്നെ ഈ വലിച്ച് താക്കുന്ന സമ്പ്രദായമാണ് ഉണ്ടമാലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു പുല്ല് വെച്ച് കഴിഞ്ഞാൽ ആ പുല്ല് തന്നെ വലിക്കണമെന്നുണ്ട്. ഈ സാധാരണ മാലക്ക് ആ പ്രശ്നമില്ല. നമുക്ക് മാലത്തിന് നീളത്തിനനുസരിച്ചിട്ട് ഓരോ പുല്ല് തീരാനാകുമ്പോൾ ആ പുല്ല് ഇവിടെ ജോയിൻ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ നീളത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണ്. ഈ ഉണ്ടമാലക്ക് ഇത് കൂടാണ്ട് വേറൊരു പൂവും കൂടി ഉണ്ടാവില്ലേ? ഉണ്ടമാലക്ക് തെച്ചിപ്പൂവും തുളസി പൂവും ഉണ്ടാവും. വേറെ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നിറങ്ങളൊക്കെ കൂട്ടാം. മഞ്ഞപ്പൂ വേണമെങ്കിലും ആവാം ഉണ്ടാവാം. കുഴപ്പമില്ല. പിന്നെ ഈ മാല പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ലെങ്ത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു അതായത് ക്ഷേത്രത്തിൻ്റെ ബിംബത്തിന് എത്ര നീളമുണ്ടോ ആ നീളത്തിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ നീളാക്കുക. ഇപ്പം 2-3 മാല വേണമെങ്കിൽ ആദ്യത്തെ മാല ചെറുതായിരിക്കും. പിന്നെ അതിന് ജസ്റ്റ് ഒരു അടി കൂടി കൂട്ടിയിട്ടുണ്ടാക്കും. പിന്നെ 2-3 കൂടി ഉണ്ടാക്കും. ഇങ്ങനെ കൂട്ടി കൊണ്ടിട്ട് വെക്കണം. 3, 4, 5 മാലയൊക്കെ കെട്ടണമെങ്കിൽ. അത് ഒരു മാല മാത്രമേ വേണമെങ്കിൽ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലെങ്ത്ത് വന്ന് എത്രയായിരിക്കുക. അങ്ങനെ ഒരു മുഴം. ആ ഒരു മുഴം നീളം ആക്കി കഴിഞ്ഞാൽ 2 മുഴം നീളമേ സാധാരണ ബിംബങ്ങൾക്ക് വേണ്ടു. ചില ബിംബത്തിനൊക്കെ 3-4 മുഴമൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ക്. ഇത് പരമ്പരാഗതല്ലേ? ഇത് പരമ്പരാഗതമായിട്ട് ചില ക്ഷേത്രങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ സൂത്രം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമോ? സൂത്രമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല. ഇതിന് താല്പര്യം ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഇല്ല. അതാണ് ഇതിൻ്റെ ഘടകം. ഇത് പഠിക്കണമെന്ന് തോന്നണ്ടേ? അതെ, ആ തോന്നാത്തോണ്ടാണ്. ശരിക്കും ഇതൊരു പ്രതിഫലം ഇച്ഛ കൊണ്ടല്ല, ഒരു പ്രതിഫലം ഇച്ഛ മാത്രമല്ല. കാരണം പണ്ടുള്ള ആൾക്കാർ സാമ്പത്തിക വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാലും ഇന്നുള്ള പ്രായമുള്ള ആൾക്കാർ ഈ ജോലി ഒഴിവാക്കില്ല. കാരണം അതൊരു ഭഗവാനോടൊരു ഭയന്നിട്ടോ ഒരു ഭക്തി കൊണ്ടോ എന്നറിയില്ല. ഏതായാലും ആ പാരമ്പര്യ ചിട്ടകൾ അനുസരിച്ച് കൊണ്ട് ചില കുടുംബങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരും ഇതിന് മുന്നിട്ട് ഇറങ്ങൂല. അതാണ് ഇതിൻ്റെ മറ്റൊരു ഘടകം. ഏതായാലും ഇതിനൊരു ടൈം ടേബിൾ, ജീവിതത്തിൽ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സാധനമാണ്. രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് മാല കെട്ടി കൊടുക്കുക. നമ്മളെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം കൂടിയാണത്. നമുക്ക് ഇന്നുള്ള കുട്ടികളൊക്കെ 6 മണി 7 മണി 10 മണി വരെയൊക്കെ കിടന്നുകൊണ്ടുന്ന കാലഘട്ടമാണ്. ഇത് കെട്ടാനുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പ്രശ്നം വന്നാലും അവൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷാവും. നമ്മൾ മൈൻഡ് അടക്കം ഫ്രഷാവും ചെയ്യുമ്പോൾ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ മാല ഉണ്ടാക്കിയാൽ അത് നിർത്തി കാണിക്കാൻ പാടില്ല അല്ലേ? ഭഗവാനെ ചാർത്തിന് മുമ്പ് അങ്ങനെ കാണിക്കാൻ പാടില്ല ഒന്നുമില്ല. ചാർത്തായിട്ട് നിങ്ങൾ ഏകദേശം മനസ്സിലാക്കാത്രേ ഉള്ളൂ. പിന്നെ സന്തോഷം.